ആകാശവാണി. നമസ്കാരം. ലോക പയറുവർഗ ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. പാവപ്പെട്ടവന്റെ മാംസം എന്നാണ് പയറുവർഗ്ഗങ്ങൾ അറിയപ്പെടുന്നത്. വില കുറഞ്ഞതും എന്നാൽ മാംസത്തിന് തുല്യമായ പ്രോട്ടീൻ അടങ്ങിയതുമായ പയറുവർഗ്ഗങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് എല്ലാ വർഷവും ഫെബ്രുവരി 10 ലോക പയറുവർഗ്ഗവിള ദിനമായി ആചരിക്കുന്നത്. പോഷകദായകമായ പയർവിളകളുടെ പ്രസക്തി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ് ദിനാചരണം. ഭക്ഷ്യസുരക്ഷയും പോഷകാഹാരവും ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര ഭക്ഷ്യ ഉൽപാദനത്തിന്റെ ഭാഗമായി പയറുവർഗ്ഗങ്ങളുടെ പോഷക ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുള്ള അവസരം കൂടിയാണ് ലോക പയറുവർഗ്ഗ ദിനം. സുസ്ഥിര ഭാവിക്ക് പോഷക സമൃദ്ധമായ വിത്തുകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവയാണ് പയറുവർഗ്ഗങ്ങൾ. ആരോഗ്യകരവും ആന്റി ഓക്സിഡന്റുകളുടെ ഉറവിടവുമാണ് പയറുവർഗ്ഗങ്ങൾ. ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന പല പോഷക മൂല്യങ്ങളും പയറിൽ അടങ്ങിയിട്ടുണ്ട്. ഫൈറ്റിക് ആസിഡ് ഉൾപ്പെടെയുള്ള ആന്റി ന്യൂട്രിയന്റുകൾ ഇവയിലുണ്ട്. മുളപ്പിച്ച പയറുവർഗ്ഗത്തിൽ ഫൈബർ, വിറ്റാമിനുകൾ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാർബോഹൈഡ്രേറ്റ്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ നിറഞ്ഞിരിക്കുന്നു. പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കൂടിയാണ് പയറുവർഗ്ഗങ്ങൾ. പയറിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ പോലുള്ള പോഷകങ്ങൾ കൊഴുപ്പും കലോറിയും കുറയ്ക്കാൻ സഹായിക്കുന്നു. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മുളപ്പിച്ച പയറിൽ എൻസൈമുകൾ ധാരാളമുണ്ട്. ഇത് ദഹനപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഭക്ഷണം വിഘടിപ്പിക്കാൻ ഈ എൻസൈമുകൾ സഹായിക്കുന്നതിനാൽ പോഷകങ്ങളുടെ ആഗിരണം സുഗമമാക്കുന്നതായി പ്രമുഖ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ ആകാശവാണി വാർത്തകളോട്. പ്രോട്ടീൻസ്, വിറ്റമിനുകൾ, സൂക്ഷ്മ പോഷകങ്ങൾ, കാർബോഹൈഡ്രേറ്റുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് പയറുവർഗ്ഗങ്ങൾ. 100 ഗ്രാം പയറുവർഗ്ഗങ്ങളിൽ 20 മുതൽ 25 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഗോതമ്പ്, അരി, ഓട്സ് തുടങ്ങിയ ധാന്യങ്ങളിൽ കാണപ്പെടുന്നതിന്റെ ഇരട്ടി പ്രോട്ടീൻ പയറുവർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, പൊട്ടാഷ്യം, സിങ്ക്, ഇരുമ്പ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ഫോളിക് ആസിഡ് എന്നിവയുടെ മികച്ച ഉറവിടമാണിത്. ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള പോളിഫിനോളുകളുടെ ഏറ്റവും മികച്ച സ്രോതസ്സാണിത്. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ പയറുവർഗ്ഗങ്ങൾ ശരീരത്തിൽ ഉടനീളം ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും അവ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന ഗ്ലൈസിമിക് സൂചിക കുറവുള്ള പയറുവർഗ്ഗങ്ങൾ പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു. ഇതിൽ കൊഴുപ്പ് കുറവും നാരുകൾ ധാരാളവുമായി അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കൊഴുപ്പ് കുറവായതിനാലും നാരുകൾ ധാരാളമുള്ളതിനാലും പെട്ടെന്ന് വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും. ഇതിലുള്ള നാരുകൾ മലബന്ധം തടയുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇരുമ്പ്, ഫോളേറ്റ് എന്നിവയുള്ളതിനാൽ വിളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്നു. അകാല വാർദ്ധക്യം എന്ന പ്രശ്നത്തിനുള്ള പരിഹാരമാണിത്. ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും ദിവസവും പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. ഗർഭിണികളുടെ ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് അവരുടെ ഇരുമ്പിന്റെ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. പയറുവർഗ്ഗങ്ങളിലെ ആന്റി ഓക്സിഡന്റുകൾക്ക് ക്യാൻസറിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. ഇതിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ ഉയർന്ന BP നിയന്ത്രിക്കാൻ സഹായിക്കും. പയറിലുള്ള സെലിനിയം ട്യൂമർ കോശങ്ങൾ വളരുന്നതിന്റെ നിരക്ക് കുറയ്ക്കുന്നു. ഇതിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന, രോഗങ്ങൾക്കെതിരെ പോരാടുന്ന T-സെൽ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. പാകം ചെയ്യുന്നതിന് മുൻപ് പയറുവർഗ്ഗങ്ങൾ കുതിർക്കുകയോ മുളപ്പിക്കുകയോ ചെയ്താൽ അവയുടെ ഗുണം ഇരട്ടിക്കും. മനുഷ്യന്റെ ആരോഗ്യത്തിൽ മാത്രമല്ല മണ്ണിന്റെ ആരോഗ്യത്തിലും പയർവർഗ്ഗങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്ന സൂക്ഷ്മ മൂലക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നൈട്രജൻ അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്ത് പയറുവിളകൾ ചെടികൾക്ക് നൽകുന്നു. ഇവയുടെ വേരിൽ കാണപ്പെടുന്ന ചെറുമുഴകളിൽ വസിക്കുന്ന റൈസോബിയം ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ് അന്തരീക്ഷ നൈട്രജനെ പയറുവർഗ്ഗങ്ങൾ മണ്ണിലെത്തിക്കുന്നത്. ഇതുവഴി മണ്ണ് ഫലഭൂയിഷ്ഠമായി മാറുകയും മറ്റു വിളകൾക്ക് കൂടി ഇതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നു. കർഷകർക്ക് ഉപകാരികളായ ചെറുജീവികളുടെ ശൃംഖല നിലനിർത്തുന്നതിനുള്ള കണ്ണിയായും പയറുവർഗ്ഗങ്ങൾ പ്രവർത്തിക്കുന്നു. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ KJ ലത്തൻകുമാർ ആകാശവാണിയോട്. പയർവർഗ്ഗം ചെടികൾ മണ്ണിൽ നൈട്രജൻ വർദ്ധിപ്പിച്ച് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അത് മാത്രമല്ല മണ്ണിലെ ജലസംഭരണ ശേഷി, വായുസഞ്ചാരം ഇവയും വർദ്ധിപ്പിക്കുന്നു. മണ്ണിന്റെ ജൈവിക ഘടന, അതിന്റെ ജൈവിക മൂല്യങ്ങളുടെ അളവ് കൂട്ടുകയും
മണ്ണിന്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ബീൻസ്, പയർ, ചെറുപയർ, കടല, ഉഴുന്ന് എന്നിവയാണ് ഈ പയർവർഗം ചെടികളിൽ മണ്ണിൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി നാം വളർത്തിയെടുക്കാറുള്ളത്. പയർവർഗം ചെടികൾ മണ്ണിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് നൈട്രജൻ ഫിക്സേഷൻ വഴിയാണ് ഇത് സാധ്യമാകുന്നത്. ഇവയുടെ വേരുകളിൽ കാണുന്ന മുഴകളിൽ റൂട്ട് നൊഡ്യൂൾസ് എന്ന് പറയും. അതിലുള്ള റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുത്ത് മണ്ണിൽ ലഭ്യമാക്കുന്നു. ശരാശരി കണക്കനുസരിച്ച് ഒരു ഹെക്ടറിൽ 60 മുതൽ 90 കിലോ വരെ നൈട്രജൻ ഇങ്ങനെ ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. പയർവർഗ്ഗങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും നൈട്രജൻ ഫിക്സ് ചെയ്ത് മണ്ണിന്റെ പോഷകാംശം വർദ്ധിപ്പിക്കുന്നു. പയർവർഗ്ഗം ചെടികൾ വളർത്തി അതിന്റെ വിളവെടുത്തതിന് ശേഷം ഉഴുത് മണ്ണിനോട് ചേർക്കുമ്പോൾ ഏകദേശം 8 മുതൽ 25 ടൺ വരെ ജൈവ വസ്തു ആ മണ്ണിന് ലഭിക്കുകയാണ്. ഇത് കാലിവളത്തിന് സമാനമായ നൈട്രജൻ മണ്ണിലേക്ക് നൽകുകയാണ്. ഇലകളും വേരുകളും പൊഴിയുമ്പോൾ മണ്ണിലെ ജൈവാംശം കൂട്ടുന്നു. മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അത് പ്രോത്സാഹിപ്പിക്കുന്നു. ആഴത്തിലുള്ള വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും ജലസംഭരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ചെടികൾ അഴുകുമ്പോൾ അതിൽ നിന്നും മണ്ണിന്റെ അടിത്തട്ടിൽ നിന്നും ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങൾ കൂടി മേൽത്തട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് മണ്ണിന്റെ മൊത്തത്തിലുള്ള ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അതിന്റെ ജൈവിക ഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. ജൈവിക മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഗ്രീൻ മാനൂർ ആയോ അല്ലെങ്കിൽ ഗ്രൗണ്ട് കവറായോ നമുക്ക് ഉപയോഗിക്കാം. ഗ്രീൻ മാനൂർ എന്ന് പറയുമ്പോൾ പ്രധാന വിളയ്ക്ക് ഏകദേശം 45-60 ദിവസം മുമ്പ് ഇത്തരം പയർവർഗ്ഗം ചെടികൾ, കൂടുതലും നാടൻ പയറോ ചെറുപയറോ ഒക്കെ ആവാം, ഉഴുന്നുൾപ്പെടെ അതിൽ വിതയ്ക്കുകയാണ്. അത് പാകമായി വിളവെടുക്കുമ്പോൾ അതിനുശേഷം ആ ചെടികൾ മണ്ണിനോട് ഉഴുതു ചേർക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ. ഇങ്ങനെ വിതയ്ക്കുന്ന വിത്തുകൾക്ക് ഇന്ന് മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. റൈസോബിയം കൾച്ചർ കൂടി ആ വിത്തിൽ പുരട്ടി വിതയ്ക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. മറ്റൊരു രീതി ഗ്രൗണ്ട് കവറായി ഉപയോഗിക്കുന്ന രീതിയാണ്. ചെറുപയർ പോലുള്ളവ വിളയോടൊപ്പം തന്നെ ചേർത്ത് വിതയ്ക്കുന്ന രീതിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിങ്ങനെ ചെയ്യുമ്പോഴേക്കും മണ്ണൊലിപ്പ് തടയുകയും ആ വേരുകൾ അതിന്റെ ജൈവിക മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്ത് വിളവെടുത്തതിന് ശേഷം അത് നമുക്ക് മണ്ണിനോട് ഉഴുത് ചേർക്കാവുന്നതാണ്. ലോകത്തിലെ പ്രധാന പയറുവർഗ ഉൽപാദകരും ഉപഭോക്താക്കളും ഇറക്കുമതിക്കാരുമാണ് ഇന്ത്യ. മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവയാണ് കൂടുതലായി പയറുവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. രാജ്യത്തെ പയറുവർഗ്ഗ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും കേന്ദ്ര സർക്കാർ വലിയ ഇടപെടലുകളാണ് നടത്തുന്നത്. കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും നാഫെഡ്, NCCF എന്നിവ വഴി സർക്കാർ പയറുവർഗ്ഗങ്ങൾ സംഭരിക്കുന്നു. 2030-31 ആഭ്യന്തര പയറുവർഗ്ഗ ഉൽപാദനം 350 ലക്ഷം ടണ്ണായി ഉയർത്താനും പയറുവർഗ്ഗങ്ങളുടെ കൃഷി 310 ലക്ഷം ഹെക്ടറായി വികസിപ്പിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചതാണ് ദൽഹാൻ ആത്മനിർഭരത ദൌത്യം. സംഭരണം, ഗുണനിലവാരമുള്ള വിത്ത് വിതരണം, മെച്ചപ്പെടുത്തിയ മൂല്യശൃംഖല പിന്തുണ എന്നിവയിൽ നിന്ന് ഏകദേശം 2 കോടി കർഷകർക്ക് നേട്ടമുണ്ടാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. दलहन आत्मनिर्भरता मिशन बहुत जरूरी है। साथियों, 11,000 करोड़ रुपए से अधिक का दलहन आत्मनिर्भरता मिशन इसमें किसानों की बहुत मदद करेगा। लक्ष्य ये है कि दाल की खेती में 35 लाख हेक्टेयर की वृद्धि हमें कैसे भी करके करनी है। इस मिशन के तहत तूर, उड़द और मसूर दाल की पैदावार बढ़ाई जाएगी। दाल की खरीद की उचित व्यवस्था की जाएगी। इससे देश के करीब 2 करोड़ दाल किसानों को सीधा लाभ होगा। 1966 ആരംഭിച്ച ഓൾ ഇന്ത്യ കോഓർഡിനേറ്റഡ് പൾസസ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റിൽ തുടങ്ങി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല സ്വാശ്രയത്വത്തിന് അടിത്തറ പാകുന്നതിനുമായി സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. സർക്കാർ പദ്ധതികളെക്കുറിച്ച് തിരുവനന്തപുരം വെള്ളനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ICAR കൃഷി വിജ്ഞാന കേന്ദ്രം മിത്രനികേതനിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ജ്യോതി റേച്ചൽ വർഗീസ് ആകാശവാണിയോട്. എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നതായ ഭക്ഷണത്തിലും കൃഷിയിലും ഏവർക്കും സുപരിചിതമായ പയറുവർഗ്ഗ വിളകൾ ഉണങ്ങിയ വിത്തുകളാണ്. നമ്മൾക്ക് ചുറ്റും കാണുന്നതും നമ്മൾ നിത്യേന കഴിക്കുന്നതുമായ ചെറുപയർ, ഉഴുന്ന്, തുവര, കടല, പയർ എന്നിവ. സസ്യാഹാരം കൂടുതലായി ഉപയോഗിക്കുന്ന നമ്മുടെ രാജ്യത്ത് പയറുവർഗ്ഗ വിളകൾക്ക് ആരോഗ്യ സംരക്ഷണത്തിൽ വളരെയധികം പങ്കുണ്ട്. പയറുവർഗ്ഗങ്ങൾ അനിവാര്യമാണെന്ന സന്ദേശമാണ് ഈ പയറുവർഗ്ഗ ദിനം നമ്മൾക്ക് നൽകുന്നത്.
കൂടാതെ വളരെ കുറച്ചു മാത്രം വെള്ളം ആവശ്യമുള്ള വിളകളായതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനും പയറുവർഗ്ഗ വിളകൾ വളരെയധികം നല്ലതാണ്. കൃഷി ചെയ്യുന്നതിനുള്ള ചെലവ് വളരെയധികം കുറയ്ക്കുന്നതിനും വിളവ് കൂടുതലുമായതിനാൽ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിളകളാണ് പയറുവർഗ്ഗ വിളകൾ. ഭാരത സർക്കാർ പയറുവർഗ്ഗ വിളകൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ തരം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായി NFSM നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ വഴി പയറുവർഗ്ഗ വിളകളുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ഗുണമേന്മയുള്ള വിത്തുകൾ, കൃഷി പരിശീലനങ്ങൾ, പ്രായോഗിക രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, സാങ്കേതിക സഹായങ്ങൾ എന്നിവ കർഷകർക്ക് നൽകി വരുന്നു. പയറുവർഗ്ഗങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പാക്കുന്നതിനും വിപണന വില കുറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇടപെടലിലൂടെ കർഷകരെ സംരക്ഷിക്കുന്നതിനുമായി PM ആശ പോലെയുള്ള പദ്ധതികൾ നടന്നുവരുന്നു. ഇതിലൂടെ കർഷകർക്ക് സ്ഥിരമായ വരുമാനവും സാമ്പത്തിക സുരക്ഷയും പ്രദാനം ചെയ്യുന്നുണ്ട്. പയറുവർഗ്ഗങ്ങളിൽ സ്വയം പര്യാപ്തത നേടുന്നതിനായി പയർ വർഗ്ഗങ്ങളുടെ രാജ്യത്തിനകത്തുള്ളതായിട്ടുള്ള ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറക്കുമതി കുറയ്ക്കുക, വിത്ത് മുതൽ വിപണനം വരെ ശക്തമാക്കുന്നതിനായി വിവിധ പരിപാടികൾ നടന്നുവരുന്നു. സംസ്ഥാന കൃഷി വകുപ്പ് മുഖേന പയറുവർഗ്ഗ കൃഷിക്ക് സബ്സിഡി, വിത്ത് വിതരണം, പരിശീലനം എന്നിവ നൽകുന്നുണ്ട്. നെൽകൃഷിയോടൊപ്പം ഇടവിളയായി പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിനും തരിശു നിലങ്ങളിൽ വെള്ളം കുറവുള്ള നെൽപ്പാടങ്ങളിലും മൂന്നാം വിളയായി പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുന്നതിനും കർഷകരെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതുമൂലം മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പോഷക സുരക്ഷയും വരുമാനവും ഉറപ്പാക്കുന്നതിനും സഹായകരമാണ്. പോഷകക്കുറവ്, കൃഷിച്ചെലവ് വർധനവ്, കാലാവസ്ഥ മാറ്റം, ജലദൗർലഭ്യം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ലളിതമായ ഒരു പരിഹാര മാർഗമാണ് പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുന്നത്. അതിനാൽ കർഷകർ പയറുവർഗ്ഗ വിളകൾ കൂടുതൽ നടുകയും എല്ലാവരും ഭക്ഷണത്തിൽ കൂടുതലായി പയറുവർഗ്ഗ വിളകൾ ഉൾപ്പെടുത്തുകയും വേണം. ഫലഭൂയിഷ്ഠമായ മണ്ണും ആരോഗ്യമുള്ള തലമുറയും സ്വയം പര്യാപ്തമായ രാജ്യവും സൃഷ്ടിക്കാൻ പയറുവർഗ്ഗങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ആഹാരത്തിലും കൃഷിയിടത്തിലും പയറുവർഗ്ഗങ്ങൾ നിർണായക സംഭാവന നൽകുന്നു. വെള്ളത്തിന്റെ ഉപയോഗം കുറച്ച് സുസ്ഥിര കാർഷിക രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം വളർന്നുവരുന്ന കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിക്കാനും പയറുവർഗ്ഗങ്ങൾക്ക് ആകുന്നു. താങ്ങാവുന്ന വിലയിൽ ലഭിക്കുന്ന, ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്ന മികച്ച ആഹാരമാണ് പയറുവർഗ്ഗങ്ങൾ. പയറുവർഗ്ഗങ്ങളുടെ വിശാലമായ ജനിതക വൈവിധ്യവും മറ്റു വിളകൾക്കൊപ്പം കൃഷി ചെയ്യാൻ സാധിക്കുന്നു എന്നതും ഇവയുടെ പ്രത്യേകതയാണ്. ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശങ്ങളിൽ താങ്ങാനാവുന്നതും സുസ്ഥിരവുമായ പോഷകാഹാര സ്രോതസ്സാക്കി പയറുവർഗ്ഗങ്ങൾ മാറുന്നു. ഇതിനെല്ലാം പുറമെ പയറുവർഗ്ഗ വിളകളുടെ അവശിഷ്ടങ്ങൾ കന്നുകാലികൾക്ക് ഉയർന്ന നിലവാരമുള്ള തീറ്റയായും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മനുഷ്യന്റെ പോഷകാഹാരത്തിന് പയറുവർഗ്ഗങ്ങൾ അത്യന്താപേക്ഷിതമാണ്. സുസ്ഥിര കാർഷിക രീതികളിൽ അവ നിർണായകമാണ്. ഓരോ പയറുവർഗ്ഗവും ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്കും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും സവിശേഷമായ സംഭാവന നൽകുന്നു. വൈവിധ്യമാർന്ന ഉൽപാദന ഉപഭോഗ രീതികളിലൂടെ ഭക്ഷണത്തിലും കൃഷിയിലും പയറുവർഗ്ഗങ്ങളുടെ പ്രാധാന്യം ഇന്ത്യ തെളിയിക്കുന്നു. മനുഷ്യന്റെ ആരോഗ്യവും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും വർദ്ധിപ്പിക്കുന്നതിൽ പയറുവർഗ്ഗങ്ങളുടെ പങ്ക് എക്കാലവും പ്രസക്തമാണ്. ലോക പയറുവർഗ്ഗ ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം സുവർണ.